വീണ്ടും എപ്സ്റ്റീൻ ഫയൽസ് തന്നെ. എപ്സ്റ്റീൻ്റേത് ഒരു കഥയല്ല, ഒരു വാർത്തയല്ല, ഒരു മുന്നറിയിപ്പാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് സ്വാഭാവികതയോടെ കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് വംശഹത്യകൾക്ക് നേരെയും കണ്ണടയ്ക്കാൻ കഴിയും. സമ്പന്നതയ്ക്ക് നടുവിൽ പിറന്നു വീണ ആളായിരുന്നില്ല, അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നില്ല. എപ്സ്റ്റീൻ്റെ കുപ്രസിദ്ധമായ ദ്വീപിലേക്ക് പ്രശസ്തരുടെ ഒഴുക്കായിരുന്നു. പണവും പെണ്ണും ലഹരിയും എല്ലാം നിറഞ്ഞൊഴുകുന്ന ആഡംബര പാർട്ടികൾ. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ബ്രിട്ടീഷ് നോർവീജിയൻ രാജകുടുംബാംഗങ്ങൾ, ശതകോടീശ്വരന്മാർ, ശാസ്ത്രജ്ഞർ, മാധ്യമ മുതലാളിമാർ, അങ്ങനെ അയാളുടെ യാത്രാവിവരങ്ങളിലും അഡ്രസ് ബുക്കുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും സാക്ഷിമൊഴികളിലും അയാളുടെ പ്രൈവറ്റ് ജെറ്റുകളിലും വമ്പന്മാർ നിറഞ്ഞു നിന്നു. മറ്റൊരു പ്രധാന വ്യക്തിത്വം മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സാണ്. പിന്നീട് പെൺകുട്ടികളെ കടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഗിസ്ലൈൻ മാക്സ്വെല്ലും ഒപ്പമുണ്ടായിരുന്നു. സാമൂഹിക മേഖലകളിൽ ബ്രിഡ്ജായി, മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി, കുറ്റകൃത്യങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരാളായി. ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്വകാര്യമായ മനോവൈകല്യങ്ങളെ സമ്പന്നരുടെ വിശാല ലോകവുമായി ബന്ധപ്പെടുത്തി കൊടുത്തത് അവരാണ്. എന്തായാലും എപ്സ്റ്റീന് സ്വപ്നതുല്യമായ ഒരു ഡീലാണ് ലഭിച്ചത്. കുറ്റത്തിലെ പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയില്ല എന്നൊരു വ്യവസ്ഥ കൂടി സമ്മതിച്ചെടുപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. വരേണ്യർ തൊടാൻ കഴിയാത്തത്ര ഉയരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് എപ്സ്റ്റീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾ എല്ലാത്തിനും മേലെയായാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഗാസയിലെ ഇസ്രായേലിൻ്റെ ചെയ്തികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റഷ്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാൽ ഉടൻ ഉപരോധങ്ങൾ വരും. ഇറാൻ എപ്പോഴെങ്കിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഉടൻ വരും ഉപരോധങ്ങൾ. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയാൽ ഉടൻ ഉപരോധം വരും. ഗ്ലോബൽ സൗത്തിലെ ഏതൊരു രാജ്യത്തിനെതിരെയും വരും ഉപരോധം. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഇത്രയേറെ തെളിവുകളെല്ലാമുള്ള, അന്താരാഷ്ട്ര ഏജൻസികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ധാർമ്മിക പതനത്തിൻ്റെ അങ്ങേ അറ്റമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഷയം മറ്റൊന്നുമല്ല, ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിസ്സഹായതയുമാണ്. ഇതിനെ ദയവ് ചെയ്ത് വെറുപ്പെന്നും ആൻറ്റൈസെമിറ്റിസം എന്നും ഒക്കെ പറഞ്ഞു കളയരുത്. നിയമങ്ങളും അധികാരവും ചിലർക്ക് മുന്നിൽ വഴിമാറുന്നത് എങ്ങനെ എന്നതിൻ്റെ ലജ്ജാകരമായ ഒരു ഉദാഹരണമാണ് ഇസ്രായേൽ. വിക്കിലീക്സ് സാമ്രാജ്യത്വത്തിൻ്റെ മുഖംമൂടി വലിച്ചു കയറിയ സന്ദർഭം. ഈ എപ്പിസോഡ് ഗോസിപ്പുകൾ പറയാനുള്ളതല്ല. എപ്സ്റ്റീൻ്റെ പട്ടികയിലെ പേരുകൾ പരിശോധിക്കുകയും നമ്മുടെ ലക്ഷ്യമല്ല. അപവാദമോ ഗൂഢാലോചനയോ നമ്മുടെ വഴിയല്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോൾ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ PB ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. My friend told me in class that he could find a way of making money for Christmas. വീണ്ടും എപ്സ്റ്റീൻ ഫയൽസ് തന്നെയാണ് വിഷയം. അത്ര സുഖകരമായ വർത്തമാനങ്ങൾ പറയുന്ന ഒരു എപ്പിസോഡല്ല ഇത്. എല്ലാ തരത്തിലും നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിലേറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എപ്സ്റ്റീൻ അല്ല ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളതാണ്. അയാൾ കുട്ടികളെ ഉപദ്രവിച്ച ഒരു ഭീകരനാണ്. ആർക്കും നിഷേധിക്കാനാവില്ല, അയാളൊരു കൊടും കുറ്റവാളിയാണ്. എന്നാൽ ചരിത്രത്തിൽ ഇതുപോലുള്ള ചെകുത്താന്മാർ ഒരുപാടുണ്ട്. നമ്മളെ ഭയപ്പെടുത്തേണ്ടത് അങ്ങനെയൊരു ചെകുത്താൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഈ ചെകുത്താനെ തിരിച്ചറിഞ്ഞിട്ടും ഈ സംവിധാനങ്ങളെല്ലാം അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തുചേർന്നു എന്നുള്ളതാണ്. ഈ എപ്പിസോഡ് ഗോസിപ്പുകൾ പറയാനുള്ളതല്ല. എപ്സ്റ്റീൻ്റെ പട്ടികയിലെ പേരുകൾ പരിശോധിക്കുകയും നമ്മുടെ ലക്ഷ്യമല്ല. അപവാദമോ ഗൂഢാലോചനയോ നമ്മുടെ വഴിയല്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോൾ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എപ്സ്റ്റീൻ്റെ കഥ അനാവരണം ചെയ്യുന്നത് ഒരു നിഗൂഢ സംഘത്തെയല്ല, അതിനേക്കാളൊക്കെ അപകടം പിടിച്ച മറ്റൊന്നിനെയാണ്. ഇത്തരം ചൂഷണങ്ങളെയും ഉപദ്രവങ്ങളെയും അവഗണിച്ചുകൊണ്ട് അവർക്കൊപ്പം എങ്ങനെ കഴിഞ്ഞുകൂടാമെന്ന് മനസ്സിലാക്കിയ ലോകക്രമം ഇവിടെയുണ്ട് എന്നുള്ളതാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, എപ്സ്റ്റീൻ ഫയൽസ് ഒരൊറ്റ ഡോക്യുമെൻ്റ് അല്ല, അതൊരു പട്ടികയുമല്ല. അതിൽ പേര് വന്നു എന്നുള്ളത് കുറ്റകൃത്യത്തിന് തെളിവുമല്ല. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയും വിവിധ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലുകളിലൂടെയും
സുതാര്യതാ നിയമത്തിലൂടെയും പുറത്തു വന്ന ലക്ഷക്കണക്കിന് രേഖകളാണ് അതിൽ സാക്ഷിമൊഴികളുണ്ട്, ഇമെയിൽ സന്ദേശങ്ങളുണ്ട്, യാത്രാരേഖകളും മറ്റ് വിവിധ കോടതി രേഖകളുമുണ്ട്. ചിലതെല്ലാം വെരിഫൈ ചെയ്യപ്പെട്ട രേഖകളാണ്. മറ്റു ചിലത് പലയിടത്തു നിന്നായി ശേഖരിക്കപ്പെട്ട റോ ഡാറ്റയാണ്. പലതിലും നുണകളും പൊങ്ങച്ചങ്ങളും കൽപ്പിത കഥകളും എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അവധാനതയോടുകൂടി വേണം നമ്മളിതിനെ സമീപിക്കുവാൻ. കാരണം സംവിധാനങ്ങൾ നിരന്തരം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ഈ വ്യവസ്ഥയിലുള്ള എല്ലാറ്റിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ ബഹളങ്ങൾക്കിടയിൽ സത്യം കുഴിച്ചു മൂടപ്പെടുന്നു. അധികാരത്തെ വിശകലനം ചെയ്യുന്നതിന് മുൻപ് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വിരാജിച്ച ഈ മനുഷ്യൻ ആരാണെന്ന് അറിയേണ്ടതുണ്ട്. എപ്സ്റ്റീൻ സമ്പന്നതയ്ക്ക് നടുവിൽ പിറന്നു വീണ ആളായിരുന്നില്ല. അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നില്ല. കോളേജ് പഠനം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നിട്ടും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ എങ്ങനെയോ ഗണിത അധ്യാപകനായി ജോലി ആരംഭിച്ചു. പിന്നീട് ഫിനാൻസ് മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അത് അയാളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, പല ദുരൂഹതകളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അയാൾ അങ്ങനെ ഇത്ര സുപ്രധാനമായ ഇടങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നത് എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. 1990കളാകുമ്പോഴേക്കും എപ്സ്റ്റീൻ അതിസമ്പന്നരായ ക്ലയൻറ്റുകളുള്ള ഒരു ഫിനാൻഷ്യറായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരുപാടിടങ്ങളിൽ സ്ഥലവും ബംഗ്ലാവുകളും സ്വന്തമാക്കി, പ്രൈവറ്റ് ജെറ്റുകൾ വാങ്ങി. രാഷ്ട്രീയക്കാർക്കിടയിലും അക്കാദമിക് മേഖലയിലും സെലിബ്രിറ്റി ഗ്രൂപ്പുകളിലും അയാൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. എപ്സ്റ്റീൻ്റെ കുപ്രസിദ്ധമായ ദ്വീപിലേക്ക് പ്രശസ്തരുടെ ഒഴുക്കായിരുന്നു. പണവും പെണ്ണും ലഹരിയും എല്ലാം നിറഞ്ഞൊഴുകുന്ന ആഡംബര പാർട്ടികൾ, അതിലെത്തിച്ചേരുന്ന സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, ശതകോടീശ്വരന്മാർ. വാൾസ്ട്രീറ്റിലെ പല ഇടപാടുകൾക്കും പിന്നിൽ എപ്സ്റ്റീൻ്റെ കൈകളുണ്ടെന്ന് വാർത്ത പരന്നു. എല്ലാവർക്കും പരിചിതമെങ്കിലും നിഗൂഢമായ ഒരു ഓറ അയാൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ഇന്നുവരെ അയാൾ ഇത്ര വലിയ സമ്പന്നനായതെങ്ങനെ എന്നതിനെക്കുറിച്ച് സുതാര്യമായ യാതൊരു രേഖയുമില്ല. ഈ നിഗൂഢത വളരെ പ്രധാനമാണ്. ഉറവിടമില്ലാത്ത സമ്പത്ത്, അതിന് പിന്നിലൊരു ക്രൈമുണ്ടാകും. അതുമാത്രമല്ല, അത് സൃഷ്ടിക്കുന്ന നിശബ്ദതയും സ്വാധീനവും വഴങ്ങിക്കൊടുക്കലുകളുമെല്ലാം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എപ്സ്റ്റീൻ്റെ ലോകത്തിൽ വമ്പന്മാരുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. അവിശ്വസനീയമാം വിധം വിപുലമായ സൗഹൃദ ശൃംഖല. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ബ്രിട്ടീഷ്, നോർവീജിയൻ രാജകുടുംബാംഗങ്ങൾ, ശതകോടീശ്വരന്മാർ, ശാസ്ത്രജ്ഞർ, മാധ്യമ മുതലാളിമാർ, അങ്ങനെ അയാളുടെ യാത്രാവിവരങ്ങളിലും അഡ്രസ് ബുക്കുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും സാക്ഷിമൊഴികളിലും അയാളുടെ പ്രൈവറ്റ് ജെറ്റുകളിലും വമ്പന്മാർ നിറഞ്ഞു നിന്നു. ആളുകൾ അടക്കം പറയുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് സത്യസന്ധമായി നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യമായി കടന്നു വരുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ പേരാണ്. ഫ്ലൈറ്റ് വിവരങ്ങളും യാത്രാരേഖകളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിൽ നിന്നാണ് 2000 കാലഘട്ടത്തിൽ ബിൽ ക്ലിൻ്റൺ ഈ എപ്സ്റ്റീനോടൊപ്പം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെന്നും അയാളുടെ പ്രോപ്പർട്ടികളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും വ്യക്തമാവുന്നത്. എന്നാൽ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും 2019 ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ഒരുപാട് കാലം മുൻപ് തന്നെ അയാളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു എന്നുമാണ് ക്ലിൻ്റൺ പറയുന്നത്. എന്നാൽ 2008 ഇയാൾക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ക്ലിൻ്റനെ പോലെയുള്ള ആളുകൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ക്ലിൻ്റനെതിരെ നിയമവിരുദ്ധമായ പ്രവൃത്തികളൊന്നും ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അയാളുടെ സാന്നിധ്യം തന്നെ വലിയ ഒരു ആരോപണമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഊഴം ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെയാണ്. പലപ്പോഴും പറയുമ്പോൾ ബൈബിളിൽ യേശുവിൻ്റെ പേര് ഉള്ളതിനേക്കാൾ കൂടുതൽ തവണ എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ട് എന്ന് പറയാറുണ്ട്. 1990കളിൽ ഉടനീളം ട്രംപും എപ്സ്റ്റീനും ഒരുമിച്ചുണ്ടായിരുന്നത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2012 ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അയാളെ എ ടെറിഫിക് ഗേ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 2008 ആദ്യമായി ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അയാളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരുന്നതായി ട്രംപ് ഇപ്പോൾ പറയുന്നു. ഇവിടെ ട്രംപിനെതിരെയും ക്രിമിനൽ ചാർജുകളൊന്നുമില്ല. എപ്സ്റ്റീൻ്റെ ക്രിമിനൽ പ്രവർത്തികളോട് ട്രംപിൻ്റെ പേര് ചേർത്ത് വയ്ക്കുന്ന ചില സന്ദേശങ്ങൾ എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടായിരുന്നു എന്നത് അന്വേഷിക്കപ്പെടാതെ പോയി എന്ന വസ്തുതയുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ ഇരപിടിയൻ എങ്ങനെയാണ് ഉന്നത കേന്ദ്രങ്ങളിലെ സ്വാഭാവിക അതിഥിയായി മാറിയിരുന്നത് എന്ന കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. മറ്റൊരു പ്രമുഖൻ ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂ ആണ്. നിയമപരമായ നടപടികളുണ്ടായ ഒരു ബന്ധമാണ് രാജകുമാരനും എപ്സ്റ്റീനും തമ്മിലുള്ളത്. 2026 ഫെബ്രുവരി 19 തേംസ് വാലി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചൂഷണം ചെയ്യപ്പെട്ടു എന്ന പരാതി ഇയാൾക്കെതിരെ ഒരു യുവതി ഉന്നയിച്ചിരുന്നു. എന്നാൽ 2022 കേസ് കോടതിക്ക് പുറത്തു വച്ച് സെറ്റിൽ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട രേഖകളിൽ ഒരുപാട് തവണ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രിൻസ് ആൻഡ്രൂ. ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളുടെ തുടർച്ചയിലായിരിക്കാം അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നോർവീജിയൻ രാജകുമാരനും ഇപ്പോൾ അറസ്റ്റിലാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഭരണാധികാരികൾക്ക് ഇയാളുമായുള്ള ബന്ധത്തിൻ്റെ തെളിയിക്കപ്പെട്ട ഉദാഹരണങ്ങൾ ഇവയാണ്. ബ്രിട്ടൻ്റെ മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ പീറ്റർ മൻഡേഴ്സനും എപ്സ്റ്റീൻ ഫയലുകളിൽ ഇടം നേടിയിട്ടുണ്ട്. അയാളുടെ മൻഹാറ്റനിലെ ബംഗ്ലാവ് ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ അദ്ദേഹം ലണ്ടൻ മേയറായിരുന്ന സമയത്ത് എപ്സ്റ്റീനുമായി ബന്ധം പുലർത്തിയിരുന്നു. മെക്സിക്കൻ ഗവർണറായിരുന്ന ബിൽ റിച്ചാർഡ്സൺ എപ്സ്റ്റീൻ്റെ 2008 ജയിൽവാസത്തിന് ശേഷവും 9 തവണ അയാളെ സന്ദർശിച്ചിട്ടുണ്ട്. 2018 വരെ ഈ ബന്ധം തുടർന്നു. അയാളുടെ സ്വകാര്യ ദ്വീപിലും ഇയാൾ സന്ദർശകനായിരുന്നു. 2008 എപ്സ്റ്റീൻ്റെ അഭിഭാഷകനായിരുന്ന അലൻ ഡേഴ്സ്വിറ്റ്സിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടികൾ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വ്യക്തിത്വം മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ആണ്. 2008 ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും ലോകത്തെ വരേണ്യരുടെ അധികാര ഇടനാഴികളിൽ എപ്സ്റ്റീൻ ഉണ്ടായിരുന്ന സ്വാധീനം മനസ്സിലാക്കുന്നതിന് ആഡംബര പാർട്ടികൾക്കും ഗോസിപ്പുകൾക്കും അപ്പുറം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ അയാൾക്കുണ്ടായിരുന്ന ഇടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസുമായി എപ്സ്റ്റീനുള്ള ബന്ധമാണ്. 2013 ഓഗസ്റ്റ് മാസത്തിൽ എപ്സ്റ്റീൻ ശിക്ഷിക്കപ്പെട്ട് 5 വർഷങ്ങൾക്ക് ശേഷം ബിൽ ഗേറ്റ്സിൻ്റെ ചീഫ് സയൻറ്റിഫിക് അഡ്വൈസർ ബോറിസ് നിക്കോളിക്കിൻ്റെ പ്രതിനിധിയായി എപ്സ്റ്റീനെ ഏർപ്പെടുത്തിക്കൊണ്ട് നിയമപരമായ ഒരു കരാറിൽ ബിൽ ഗേറ്റ്സ് ഏർപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീന് ബിൽ ഗേറ്റ്സുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ വരെ ഇയാൾക്ക് അറിയാമെന്നും ഈ കരാറിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഊഹാപോഹമൊന്നുമല്ല, കൃത്യമായി എഴുതി ഒപ്പുവെച്ച് ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഉള്ളടക്കമാണ്. അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് വെളിപ്പെടുത്തിയ രേഖകളിൽ ഇതുമുണ്ട്. അക്കാലത്ത് എപ്സ്റ്റീൻ വെറുതെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, കൃത്യമായി ആധികാരികമായ സ്വീകാര്യത കമ്പനികളിലും സാമ്പത്തിക രംഗത്തും ഉണ്ടായിരുന്ന ഒരാളാണ്. ഹി ഹാഡ് ഓതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ്. എന്നാൽ എപ്സ്റ്റീൻ്റെ റോൾ അവിടെ തുടങ്ങിയതല്ല. 2011 മുതൽ തന്നെ JP മോർഗൻ ചേസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അയാൾ ബന്ധപ്പെടുന്നുണ്ട്. പകർച്ചവ്യാധികളും പ്രതിരോധ വാക്സിനുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് സംസാരം. ബിൽ ഗേറ്റ്സിൻ്റെ പിന്തുണയോടുകൂടിയുള്ള സംരംഭങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശമുണ്ട്. ഓഫ് ഷോർ ഫിനാൻഷ്യൽ ആമുകളെക്കുറിച്ചും സൈലോയിഡ് നിക്ഷേപ ഘടനകളെക്കുറിച്ചും കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്രാൻറ്റുകളെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാത്രമല്ല, ചർച്ച മൂലധനം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചാണ്. 2011 ജൂലൈ മാസത്തിൽ ബിൽ ഗേറ്റ്സിന് പ്രതിരോധ മരുന്നുകൾക്ക് വേണ്ടി കൂടുതൽ പണം ലഭിക്കുന്ന തരത്തിലുള്ള സൈലോയിഡ് പദ്ധതികളെക്കുറിച്ചുള്ള JP മോർഗൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എപ്സ്റ്റീൻ. 2011 അവസാനമാകുമ്പോഴേക്കും ആഗോള ആരോഗ്യത്തിനും പ്രതിരോധ മരുന്നുകൾക്കും പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനുമായി ഒരു പെർപ്പച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ സംബന്ധിച്ച് പ്രോജക്റ്റ് മോളിക്യൂൾ എന്നറിയപ്പെടുന്ന ഒരു പദ്ധതി രേഖ JP മോർഗൻ തയ്യാറാക്കുന്നുണ്ട്. എപ്സ്റ്റീനുമായുള്ള മാസങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ആ പദ്ധതി തയ്യാറാവുന്നത് എന്ന് ഓർക്കണം. അവർ തമ്മിലുള്ള നിരന്തരമായ ആശയവിനിമയത്തിന് ശേഷമാണിതുണ്ടാകുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഫിനാൻസിനും ഇടയ്ക്കുള്ള ദല്ലാളായി സ്വയം സ്ഥാപിക്കുകയായിരുന്നു എപ്സ്റ്റീൻ. 2013 JP മോർഗൻ്റെയും ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെയും പിന്തുണയോടുകൂടി ഒരു ഗ്ലോബൽ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് രൂപീകൃതമാകുന്നു. നിക്ഷേപകർക്ക് 5 മുതൽ 8% വരെ റിട്ടേൺ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ഈ ഫണ്ടിൻ്റെ ഉടമ എപ്സ്റ്റീൻ ആയിരുന്നില്ല. അത് ഡിസൈൻ ചെയ്തത് അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. എന്നാൽ ഫണ്ടിൻ്റെ രൂപീകരണ സമയത്ത് എപ്സ്റ്റീന് അതിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന് കാണാം. ആഗോള ഹെൽത്ത് ഫിനാൻസിൻ്റെ മേഖലകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക ചൂഷണത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് നിർണായകമായ റോളുകൾ ഉണ്ടായിരുന്നു എന്നത് നമ്മളെ അലോസരപ്പെടുത്തേണ്ടതാണ്. അയാളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല, അയാളെ ആരും ഒഴിവാക്കിയില്ല. സംവിധാനം അയാളെ അപ്പോഴും വിശ്വസിച്ചിരുന്നു, കൂടെ നിർത്തിയിരുന്നു. ധാർമ്മികത ഒരു വിഷയമേ അല്ലായിരുന്നു. പിന്നീട് ഗേറ്റ്സ് അവകാശപ്പെട്ടതുപോലെ ആ ബന്ധം 2013 അവസാനിച്ചിരുന്നില്ല എന്ന് രേഖകൾ വെളിപ്പെടുത്തുന്നു. പാൻഡമിക് മോഡലിംഗ് സംബന്ധിച്ച ചർച്ചകളിൽ 2017 വരെയെങ്കിലും എപ്സ്റ്റീൻ ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഇൻഷുറൻസ് കമ്പനികളിലും വാക്സിനുമായി ബന്ധപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തുന്നത് സംബന്ധിച്ച് അയാൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഈ മേഖലയിലെ പുതിയ വിവരങ്ങൾ
ഇടനിലക്കാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്, എപ്സ്റ്റീൻ്റെ ക്രൈമുകളിൽ ബിൽ ഗേറ്റ്സ് പങ്കാളിയായിരുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. പകർച്ചവ്യാധികൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്തതാണ് എന്ന വാദത്തിലും തെളിവുകളില്ല. എന്നാൽ തെളിവുകളുള്ള ചില കാര്യങ്ങളുണ്ട്. ലോക സാമ്പത്തിക ക്രമത്തിലെ വമ്പന്മാർക്ക് ബിസിനസ് കാര്യങ്ങളിലായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ട ഒരു ക്രിമിനലിനൊപ്പം പ്രവർത്തിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ബിൽ ഗേറ്റ്സിൻ്റെ കഥ ഇതാണ്. അതൊരു ഗൂഢാലോചനയല്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ എപ്സ്റ്റീൻ ആവണമെന്ന് നിർബന്ധമില്ല. മൂലധനവും സ്വാധീനതയും നയങ്ങളെയും സംബന്ധിച്ച കാര്യങ്ങളിൽ അയാളൊരു ദല്ലാളായി പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യത്തിൽ പക്ഷേ ഒരു തർക്കവുമില്ല. അയാളുടെ പശ്ചാത്തലം അതിനൊരു തടസ്സമായിരുന്നതേയില്ല. നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നത് സംബന്ധിച്ച ചില കാര്യങ്ങൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അധാർമികമായ പ്രവൃത്തിയെങ്കിലും ക്രിമിനൽ പങ്കാളിത്തം കണ്ടെത്താൻ നമുക്കിതിൽ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഈ ഇരപിടിയനെതിരെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരുന്ന സമയത്തും ആ ബന്ധം നിലനിന്നിരുന്നു എന്നത് ചോദ്യങ്ങൾ ഉയർത്തുക തന്നെ ചെയ്തു. ബിൽ ഗേറ്റ്സ് മാത്രമായിരുന്നില്ല. ലെസി വെക്സ്നർ, ലിയോൺ ബ്ലാക്ക്, ഗ്ലെൻ റൂബിൻ, കാൾ ഐസാം, എലോൺ മസ്ക്, റിച്ചാർഡ് ബ്രാൻസൺ, അങ്ങനെ നിരവധി അതിസമ്പന്നരുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയലുകളിലുണ്ട്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ ഫയലുകളിൽ പേര് വന്നു എന്നുള്ളത് മാത്രം ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ തെളിവൊന്നുമല്ല. എന്നാൽ അവിടെയൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് അധികാരത്തിൻ്റെ ഒരു രൂപമാണ്. അത് അയാൾക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു, വേണ്ടതിലധികവും. എപ്സ്റ്റീൻ പ്രവർത്തിച്ചിരുന്നത് ഒറ്റയ്ക്കല്ല. പിന്നീട് പെൺകുട്ടികളെ കടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഗിസ്ലൈൻ മാക്സ്വെല്ലും ഒപ്പമുണ്ടായിരുന്നു. സാമൂഹിക മേഖലകളിൽ ബ്രിഡ്ജായി, മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി, കുറ്റകൃത്യങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഒരാളായി. ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്വകാര്യമായ മനോവൈകല്യങ്ങളെ സമ്പന്നരുടെ വിശാല ലോകവുമായി ബന്ധപ്പെടുത്തി കൊടുത്തത് അവരാണ്. 2003 മുതൽ എപ്സ്റ്റീൻ്റെ അധാർമികമായ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിരുന്നു. വാനിറ്റി ഫെയർ മാസികയിലെ ലേഖിക സീവാർഡ് ഒരു ലേഖനം എഴുതുകയുണ്ടായി. വാൾസ്ട്രീറ്റിൽ പരിചിതനായ സുന്ദരനായ അവിവാഹിതനായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ബിസിനസ് സ്റ്റോറി എന്ന നിലയ്ക്കാണ് അവർ എഴുതാൻ ആരംഭിച്ചത്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് എപ്സ്റ്റീൻ്റെ ചില ഇരകളെ അവർ പരിചയപ്പെട്ടത്. അവരെല്ലാം തുറന്നു പറയാൻ തയ്യാറായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഡെസ്കിലേക്ക് അയച്ചത്. എന്നാൽ എപ്സ്റ്റീൻ്റെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വെളിച്ചം കണ്ടില്ല. അയാളുടെ സ്വാധീനം അത്ര വലുതായിരുന്നു. ലേഖനം തയ്യാറാക്കിയ ആൾക്ക് ഭീഷണി നേരിടേണ്ടിയും വന്നു. എന്തായാലും 2006 പാം ബീച്ച് പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു. പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾക്ക് അയാൾക്കെതിരെ പരാതിയുണ്ടായിരുന്നു. വളരെ രഹസ്യമായിട്ടായിരുന്നു പോലീസ് കേസ് അന്വേഷിച്ചത്. എല്ലാ തെളിവുകളും സജ്ജമായപ്പോൾ അയാളുടെ ബംഗ്ലാവ് റെയ്ഡ് ചെയ്യാനുള്ള വാറൻറ്റുമായി പോലീസ് എത്തി. എന്നാൽ അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. പോലീസിൽ നിന്ന് തന്നെ ഈ റെയ്ഡിനെക്കുറിച്ചുള്ള വിവരം അയാൾക്ക് ചോർന്നു കിട്ടിയിട്ടുണ്ട്. ബംഗ്ലാവിനകത്ത് നിഗൂഢമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ചുവരുകളിൽ അർദ്ധനഗ്നരായ പെൺകുട്ടികളുടെ പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളും ഫ്രെയിം ചെയ്ത് തൂക്കിയിരുന്നു. മുറികളിലെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ഡിസ്കുകളെല്ലാം നീക്കം ചെയ്ത നിലയിലായിരുന്നു. സ്റ്റേറ്റ് അറ്റോർണി ആയിരുന്ന ബാരി കൃഷ്ണർ സ്വീകരിച്ച സമീപനം എപ്സ്റ്റീന് അനുകൂലമായിരുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് കേസ് FBI-ക്ക് കൈമാറുവാൻ പോലീസ് തീരുമാനിച്ചത്. ഈ പരാതികൾ കൂടി എത്തിയതോടെ FBI ഇടപെട്ടു. ഈ പെൺകുട്ടികൾ 2003 FBI-യിൽ നേരിട്ട് വിളിച്ച് പരാതി പറഞ്ഞതായിരുന്നു. എന്നാൽ അന്ന് എപ്സ്റ്റീൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം തടഞ്ഞു. ഇപ്പോൾ എല്ലാം അന്വേഷണ പരിധിയിൽ വരുന്ന ഒരവസ്ഥയായി. തെളിവുകൾ ഓരോന്നായി പുറത്തു വരാൻ ആരംഭിച്ചു. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ചാർജുകൾ അയാൾക്കെതിരെ ചാർത്തി. സാധാരണ ഏതൊരു മനുഷ്യനായാലും ഉടൻ തന്നെ വലിയ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. ജീവപര്യന്തത്തിൽ താഴെ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ എപ്സ്റ്റീൻ സാധാരണ മനുഷ്യനല്ലായിരുന്നു. അധികാരവും സമ്പത്തും അധാർമികതയും ഒത്തുചേരുന്ന വഴിത്താരകളിലെ രാജകുമാരനാണ് അയാൾ. അയാൾക്ക് അധികാരികളിൽ നിന്നും ആരും കൊതിക്കുന്ന ഒരു പ്ലീ ഡീൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. പ്ലീ ഡീൽ എന്നാൽ പ്രോസിക്യൂട്ടറും കുറ്റാരോപിതരും തമ്മിലുണ്ടാക്കുന്ന ഒരു കരാറാണ്. ദീർഘകാലത്തേക്കുള്ള വിചാരണയും കോടതിയുടെ സമയവും പണവും ഒഴിവാക്കുന്നതിന് വേണ്ടി, ഏതെങ്കിലും ഒരു ശിക്ഷയെങ്കിലും കുറ്റവാളിക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി
അല്ലെങ്കിൽ ദീർഘമായ വിചാരണയ്ക്ക് ശേഷം ഒരുപക്ഷെ അവരെ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡീലുണ്ടാക്കുന്നത്. കുറ്റാരോപിതൻ ആരോപിക്കപ്പെട്ടവരിൽ നിന്നും താഴെയുള്ള കുറ്റങ്ങൾ അംഗീകരിക്കുകയും ചെറിയ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയും ചെയ്യും. കാര്യങ്ങൾ വേഗത്തിലാകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണെങ്കിലും കുറ്റാരോപിതൻ പണവും സമ്പത്തും സ്വാധീനവും അധികാരവും ഉള്ളവരാകുമ്പോൾ, ഇരകൾ പാവപ്പെട്ട മനുഷ്യരാകുമ്പോൾ പക്ഷം ചേരുന്ന ഇടപാട് കൂടിയാണിത്. അമേരിക്കൻ നിയമ സംവിധാനത്തിലെ നീതി നിർവഹണത്തിൻ്റെ വർഗ സ്വഭാവം പോലും ഇവിടെ വെളിവാക്കപ്പെടുന്നു. കാരണം ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെടുന്നത്, ആരൊക്കെയാണ് ചെറിയ കുറ്റങ്ങൾ ചാർത്തി രക്ഷപ്പെടുന്നത്, ആരെയൊക്കെയാണ് രക്ഷിച്ചെടുക്കുന്നത് എന്നതെല്ലാം മറ്റ് പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ തീരുമാനിക്കപ്പെടുക. എന്തായാലും എപ്സ്റ്റീന് സ്വപ്ന തുല്യമായ ഒരു ഡീലാണ് ലഭിച്ചത്. ഗുരുതരമായ ഫെഡറൽ ചാർജുകൾ ഒഴിവാക്കി താരതമ്യേന ശിക്ഷാ അളവ് കുറഞ്ഞ സ്റ്റേറ്റ് കുറ്റകൃത്യങ്ങൾ മാത്രമാണ് പിന്നീട് വന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തു എന്ന കുറ്റം മാറ്റി വ്യഭിചാരം നടത്തി എന്ന കുറ്റം മാത്രമാക്കി. വളരെ ചെറിയ ജയിൽ ശിക്ഷ, വെറും 13 മാസം മാത്രമായിരുന്നു വിധിക്കപ്പെട്ടത്. എന്നിട്ടോ ജയിലിൽ അയാൾക്ക് പ്രത്യേകം മുറി സജ്ജമായി. അതും പോരാതെ ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്യുന്നതിന് ജയിലിൽ നിന്ന് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്ര നീചമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട ഒരു പ്രതി ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് തന്നെയാണ് ഈ 13 മാസവും കഴിഞ്ഞത്. അതും പോരാഞ്ഞ് കുറ്റത്തിലെ പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയില്ല എന്നൊരു വ്യവസ്ഥ കൂടി സമ്മതിച്ചെടുപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. മാത്രവുമല്ല, ഈ ഡീലുകൾ ഉണ്ടാക്കുമ്പോൾ പരാതിക്കാരായ ആളുകളോട്, ഇരകളോട് കൂടിയാലോചനകൾ നടക്കുകയും അവരെ ഇത് വിവരം അറിയിക്കുകയും ചെയ്യണം എന്നാണ് നിയമം. എന്നാൽ എപ്സ്റ്റീൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു നടപടിയേ ഉണ്ടായില്ല. എല്ലാം രഹസ്യമായാണ് നടന്നത്. ഇവരാരും ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു സൂചന പോലും ഇവർക്കാർക്കും ലഭിച്ചിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റാളുകൾ കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്ന് നിയമ സംവിധാനത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അത് അന്വേഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതൊരു മിസ്റ്റേക്ക് പറ്റിയതല്ല. ക്ലാസ് ജസ്റ്റിസിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി നമ്മളിതിനെ കണ്ടേ പറ്റൂ. സമ്പന്നർ എവിടെയും സംരക്ഷിക്കപ്പെടും. അവർക്ക് ആവശ്യത്തിന് സമയവും സംശയത്തിൻ്റെ ആനുകൂല്യവും സഹതാപവും എല്ലാം ലഭിക്കും. എന്നാൽ ഇതുമൂലമുണ്ടാകുന്ന കാലതാമസം ഇരകളെ സംബന്ധിച്ചിടത്തോളം മാരകമായിരിക്കും. ഇത് ലൈംഗിക കുറ്റകൃത്യം മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് പവർ. ഇവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് അധികാരഘടനയാണ്. എപ്സ്റ്റീൻ്റെ കഥ ഒരു ലൈംഗിക കുറ്റവാളികളുടെ കഥയായിട്ട് വായിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ പൊതുവായുണ്ട്. അത് ഗുരുതരമായൊരു പിശകാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ ലൈംഗിക അഭിനിവേശത്തിൻ്റെ ഫലമാണ്. എന്നാൽ ഇവിടെ ഇത് യാതൊരു പ്രത്യാഘാതവും ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ കഥ കൂടിയാണ്. എപ്സ്റ്റീൻ നിഴലുകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് പ്രവർത്തിച്ച ഒരാളല്ല. എല്ലാവരും കാണുകയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയക്കാരും കോടീശ്വരന്മാരും പണ്ഡിതരും രാജകുടുംബാംഗങ്ങളും സെലിബ്രിറ്റികളും എല്ലാം അതിന് സാക്ഷിയായിരുന്നു. പലരും അതിൽ പങ്കാളികളായിരുന്നു. അവരെല്ലാവരും ഇതിൽ പങ്കാളികളായിരുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാവരും ഇതിൽ ക്രിമിനലുകളായിരുന്നു എന്നുകൊണ്ടല്ല. എന്നാൽ വരേണ്യരുടെ സുഖലോലുപതകൾ ചൂഷണങ്ങളെയും ദുരുപയോഗങ്ങളെയും അതിക്രമങ്ങളെയും അത്രമേൽ സാധാരണവൽക്കരിച്ചിരുന്നു. അനന്തരഫലങ്ങളൊന്നും ഉണ്ടാകാതെ, യാതൊരു പ്രത്യാഘാതവുമില്ലാതെ അധികാരം ഭയലേശമന്യേ വിഹരിക്കുമ്പോൾ ധാർമ്മികതയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതാകുന്നു. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കപ്പുറം ഒരു സംവിധാനമാകെ ദുഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പൊക്കിക്കൊണ്ടുവരാൻ തുടങ്ങും. എല്ലാത്തിനെയും രഹസ്യമായി നിയന്ത്രിക്കുന്ന ഒരു സംഘം, ഒരു മാസ്റ്റർ പപ്പറ്റീർ, അദൃശ്യകരങ്ങൾ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനുള്ള പ്രചോദനം എന്തെന്ന് എനിക്ക് മനസ്സിലാവും. അതൊരു തരം മനസ്സുഖം തരുന്നുണ്ട്. ഈ പൈശാചികത അസാധാരണവും സവിശേഷവുമായ എന്തോ ആണെന്ന ഒരു തോന്നലുണ്ടാക്കും. എന്നാൽ സത്യം അതിലേറെ മോശമാണ്. എപ്സ്റ്റീന് മൊസാദിൻ്റെയും CIA ബന്ധങ്ങൾ ഒന്നുമില്ലെങ്കിലും സഹായത്തിന് മറ്റ് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. കോംപ്രമൈസുകൾക്ക് തയ്യാറാകുന്ന ഒരു പ്രോസിക്യൂഷൻ, ഇമേജുകളെ ഭയക്കുന്ന സ്ഥാപനങ്ങൾ, നീതിയേക്കാൾ ഉപരി നിലനിൽക്കുന്ന ലോകക്രമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, സാമൂഹിക ക്രമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരം. ഇത് രഹസ്യമായി നടക്കുന്ന സംഗതിയൊന്നുമല്ല. തൊടാൻ കഴിയാത്തത്ര ഉയരത്തിൽ നിന്ന് തോന്നുമ്പോൾ അധികാരം പെരുമാറുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക്
കൂടുതൽ വിശാലമായ വീക്ഷണത്തിലൂടെ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം എപ്സ്റ്റീൻ ഈസ് നോട്ട് യുണീക്ക്. അസാധാരണമായ അനന്യമായ ഒരു പ്രതിഭാസമൊന്നുമല്ല എപ്സ്റ്റീൻ. അയാളെ സംരക്ഷിച്ചു നിർത്തിയ അതേ യുക്തിയാണ്, അധികാരത്തിൻ്റെ അതേ കരുതലാണ് സാർവദേശീയ തലത്തിലും പ്രവർത്തിക്കുന്നത്. രാജ്യത്തിനകത്ത് വരേണ്യ വിഭാഗങ്ങൾക്ക് ആരോടും മറുപടി പറയേണ്ടി വരാറില്ല. ആഗോളതലത്തിലാണെങ്കിലോ അമേരിക്കയ്ക്കും സഖ്യരാഷ്ട്രങ്ങൾക്കും അന്തർദേശീയ നിയമങ്ങളൊന്നും ബാധകമല്ല. എന്നിട്ടും ഈ ലോകക്രമത്തെ അവർ വിളിക്കുന്നത് റൂൾസ് ബേസ്ഡ് ഓർഡർ എന്നാണ്. നിയമതത്വങ്ങളിൽ അധിഷ്ഠിതമായ ലോകക്രമമാണത്രേ. സത്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ അന്തർദേശീയ നിയമങ്ങളൊന്നുമില്ല. ഉള്ള നിയമങ്ങൾ ദുർബലർക്ക് മാത്രമാണ് ബാധകമാവുക. ശക്തരായ രാഷ്ട്രങ്ങൾ ഈ നിയമങ്ങൾക്കൊക്കെ മുകളിലാണ്. എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളും ഇരകളെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അയാളുടെ മരണം വരെ ആർക്കും നീതി ലഭിച്ചില്ല. ഫലസ്തീനിൽ മനുഷ്യരുടെ മരണം, പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഇസ്രായേൽ സേന കൂട്ടക്കൊല ചെയ്യുന്നത് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവില്ല. പാറ്റേൺ ഒന്ന് തന്നെയാണ്. കുറ്റകൃത്യം നടന്നു എന്ന കാര്യം അംഗീകരിക്കപ്പെടുന്നു, പക്ഷേ അതിന് അനന്തര നടപടികളൊന്നും ഉണ്ടാവില്ല. എപ്സ്റ്റീൻ്റേത് ഒരു കഥയല്ല, ഒരു വാർത്തയല്ല, ഒരു മുന്നറിയിപ്പാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് സ്വാഭാവികതയോടെ കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് വംശഹത്യകൾക്ക് നേരെയും കണ്ണടയ്ക്കാൻ കഴിയും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് സാധ്യമാക്കുന്ന ആഗോള വ്യവസ്ഥയെക്കുറിച്ചാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തെക്കുറിച്ച്, അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച്, നിയമങ്ങൾക്കെല്ലാം അതീതമായ ഇസ്രായേലിനെക്കുറിച്ച്, യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത അനിയന്ത്രിതമായ അധികാരത്തെക്കുറിച്ച്. എപ്സ്റ്റീൻ യാദൃച്ഛികമായി സംഭവിച്ചു പോയതല്ല എന്നും ഈ സംവിധാനത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നുവെന്നും ഇതിനോടകം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അധികാരത്തെ സംരക്ഷിക്കുകയും നീതി വൈകിപ്പിക്കുകയും പീഡനങ്ങളെ സാധാരണവൽക്കരിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിൻ്റെ ഉൽപ്പന്നമായി വേണം എപ്സ്റ്റീനെ നമ്മൾ മനസ്സിലാക്കുവാൻ. രാജ്യത്തിനകത്ത് എപ്സ്റ്റീനെ സംരക്ഷിച്ച അതേ സംവിധാനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തെമ്മാടി രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുന്നത്. അത് യാതൊരു മറയുമില്ലാതെ വെളിവാകുന്ന ഒരിടം മധ്യേഷ്യയാണ്. ഇത്രയേറെ തെളിവുകളെല്ലാമുള്ള, അന്താരാഷ്ട്ര ഏജൻസികൾ രേഖപ്പെടുത്തിയിട്ടുള്ള, ധാർമ്മിക പതനത്തിൻ്റെ അങ്ങേ അറ്റമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഷയം മറ്റൊന്നുമല്ല, ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിസ്സഹായതയുമാണ്. ഇതിനെ ദയവ് ചെയ്ത് വെറുപ്പെന്നും ആൻറ്റൈസെമിറ്റിസം എന്നും ഒക്കെ പറഞ്ഞു കളയരുത്. നിയമങ്ങളും അധികാരവും ചിലർക്ക് മുന്നിൽ വഴിമാറുന്നത് എങ്ങനെ എന്നതിൻ്റെ ലജ്ജാകരമായ ഒരു ഉദാഹരണമാണ് ഇസ്രായേൽ. അന്താരാഷ്ട്ര നിയമങ്ങളെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രാഥമികമായ കാര്യങ്ങളിൽ നിന്നും ആരംഭിക്കാം. കാരണം അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെന്ന് പറഞ്ഞാൽ അമൂർത്തമായ ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക മാർഗരേഖകൾ എല്ലാം ചേർന്ന അവ്യക്തമായ ഒരു സംഭവമൊന്നുമല്ല. ദേശരാഷ്ട്രങ്ങൾ അംഗീകരിച്ച് ഒപ്പിട്ട് നിർബന്ധമായും പാലിക്കേണ്ടതെന്ന് വിചാരിക്കുന്ന ഉടമ്പടികളുടെ ഭാഗമാണ്. ജനീവ കൺവെൻഷനുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയും ഇസ്രായേലും അത് ഒപ്പിട്ട രാജ്യങ്ങളാണ്. 4-ാം ജനീവ കൺവെൻഷനിലെ ചില വകുപ്പുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദേ ആർ സിഗ്നറ്ററീസ് ടു ദ ജനീവ കൺവെൻഷൻ. ജനീവ കൺവെൻഷൻ പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1, അധിനിവേശം. 2, കളക്റ്റീവ് പണിഷ്മെൻറ്റ്. ഒരു കുറ്റത്തിന് ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആകെ ഒരുമിച്ച് ശിക്ഷിച്ച് കളയാം എന്ന വിചാരം. മറ്റൊന്ന്, പുറത്തു നിന്നുള്ള ആളുകളെ കൂട്ടമായി ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടുത്തെ ഡെമോഗ്രഫി മാറ്റുന്നത്. സാധാരണ മനുഷ്യർക്കെതിരെ, സിവിലിയൻസിനെതിരെ ആയുധം പ്രയോഗിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിയമമാണ്. ഇസ്രായേൽ ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പലസ്തീൻകാരോ സാമൂഹിക വിമർശകരോ രാഷ്ട്രീയക്കാരോ മാത്രമല്ല. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ലോകത്തുള്ള പ്രധാനപ്പെട്ട സർവ്വ മനുഷ്യാവകാശ സംഘടനകളും ഇതിൽ ഒരേ സ്വരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തർക്കങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടാവാത്തത് എന്ത് എന്ന കാര്യം മാത്രമാണ് തർക്കവിഷയം. ഇസ്രായേൽ പലസ്തീനിയൻ ഭൂമിയിലുണ്ടാക്കിയ അപ്പാർത്തൈഡ് വാൾ എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട വിഭജന മതിൽ നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി 2004 വിധി എഴുതിയിരുന്നു. 2024-ലും 2025-ലും ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന സൂചന കോടതി നൽകി. അന്താരാഷ്ട്ര നിയമത്തിന് കീഴിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണത്. എന്നിട്ട് എന്ത് നടപടിയാണ് ഉണ്ടായത്? ആര് അത് മുഖവിലക്കെടുത്തു?
ഒരു ഉപരോധവും ഉണ്ടായില്ല. വ്യാപാര വിലക്കുകൾ ആരും ഏർപ്പെടുത്തിയില്ല. അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കണമെന്ന് ആരും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഫലം മാത്രമേ അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളൂ. സാമ്രാജ്യം ആരംഭിക്കുന്നിടത്ത് ആ രാഷ്ട്രീയം അവസാനിക്കുന്നു. കയ്യുക്കുള്ളവൻ മാത്രമാണ് കാര്യക്കാരൻ. അരാജകത്വവും സാമ്രാജ്യത്വം തീരുമാനിക്കുന്ന നിയമങ്ങളുമാണ് ഇവിടെ നിലനിൽക്കുക. നിയമം കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ അധികാര കേന്ദ്രങ്ങളുടെ മറുപടി നിശബ്ദത മാത്രമായിരുന്നു. ഇസ്രായേൽ എന്നും ഇങ്ങനെ തന്നെയാണ്. മധ്യേഷ്യയിൽ ആദ്യമായി ഒരു ഭീകരാക്രമണം നടത്തിയത് സയനിസ്റ്റുകളാണ്. സ്വന്തം ജനതയ്ക്കെതിരെ ഫോൾസ് ഫ്ലാഗ് ആക്രമണം നടത്തിയ ചരിത്രമുണ്ട് അവരുടെ ചാരസംഘടനയ്ക്ക്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നപ്പോഴും ഇസ്രായേൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായത് വെറുതെയല്ല. ചർച്ചകളിൽ മാക്സ്വെൽ കടന്നു വരുന്നത് ഇവിടെയാണ്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. ഗിസ്ലൈൻ മാക്സ്വെൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ പിശാച ലോകത്തിൻ്റെ നടത്തിപ്പിലെ കൂട്ടാളിയായിരുന്നു. അവരിപ്പോൾ ജയിലിലാണ്. ഗിസ്ലൈനിൻ്റെ പിതാവ് റോബർട്ട് മാക്സ്വെൽ ബ്രിട്ടനിലെ ഒരു മാധ്യമ ഭീമനാണ്. അയാൾക്ക് ഇസ്രായേലുമായുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ പരസ്യമാണ്. ഇസ്രായേൽ സംവിധാനങ്ങൾക്കൊപ്പം നടന്ന മനുഷ്യനാണ്. ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ബഹുമതികൾ സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. നിരവധി കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണെന്ന് വാർത്തകളുണ്ട്. കോടിക്കണക്കിന് പണം ജീവനക്കാരുടെ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നും വകമാറ്റി തട്ടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ സ്വന്തം ആഡംബര നൗകയിൽ നിന്നും സമുദ്രത്തിൽ പതിച്ചു മരിക്കുകയാണ് ഉണ്ടായത്. ഹൃദയാഘാതം മൂലം സംഭവിച്ച മരണമാണെന്നും കൊലപാതകമാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. എന്തായാലും മരണശേഷം അയാളെ സംസ്കരിച്ചത് ജെറൂസലേമിലാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊക്കെ നൽകിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഉന്നതരും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. മാക്സ്വെല്ലിൻ്റെ മരണശേഷം ഒരു ഇമെയിലിൽ തൻ്റെ ബിസിനസ് പ്രശ്നങ്ങൾ തീർക്കാൻ 400 മില്യൺ പൗണ്ട് ഇസ്രായേൽ നൽകിയില്ലെങ്കിൽ താൻ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം പരസ്യപ്പെടുത്തുമെന്ന് മാക്സ്വെൽ പറഞ്ഞതായി എപ്സ്റ്റീൻ എഴുതുന്നുണ്ട്. അമേരിക്ക, ഇംഗ്ലണ്ട്, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയിരുന്നു മാക്സ്വെൽ. ഇതും ഒരു സന്ദേശത്തിലുണ്ട്. അതുകൂടാതെ 2020 FBI ലോസ് ഏഞ്ചലസ് ഫീൽഡ് ഓഫീസർ പുറപ്പെടുവിച്ച ഒരു മെമ്മോയിൽ അവരുടെ ഒരു സോഴ്സ് എപ്സ്റ്റീൻ ഒരു ഇസ്രായേലി ഏജൻ്റാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചാരനായി ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസികൾ അയാൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വിവരദായകൻ പറഞ്ഞത്. മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യഹൂദ് ബരാക്കുമായി എപ്സ്റ്റീനുണ്ടായിരുന്ന ബന്ധവും പരസ്യമാണ്. മൻഹാട്ടനിലെ എപ്സ്റ്റീനിലെ ബംഗ്ലാവിൽ ബറാക്കിന് വേണ്ടി ഇസ്രായേൽ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നും ഫയലുകളിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. എന്നാൽ റോബർട്ട് മാക്സ്വെല്ലും എപ്സ്റ്റീനും മൊസാദിൻ്റെ ഏജൻ്റായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. ഗിസ്ലൈൻ മാക്സ്വെല്ലും ഇസ്രായേലിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഔദ്യോഗികമായി തെളിയിക്കാൻ കഴിയില്ല. എങ്കിലും ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. മറ്റെല്ലാം ഊഹാപോഹങ്ങളാണ്. കൃത്യമായ തെളിവുകളില്ലാതെ യാതൊന്നും ഇവിടെ ആധികാരികം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കില്ല. അത് എൻ്റെ ഒരു നിലപാടാണ്. എന്തായാലും ആധികാരികമായി പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഇരപിടിയന്മാരുടെയും അധികാര കേന്ദ്രങ്ങളുടെയും ശൃംഖലകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായി ഇവർ ഒന്നാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടാകണമെന്നില്ല. പരസ്പരമുള്ള സ്വാധീനത്തിന് അങ്ങനെയൊരു ഔപചാരികതയുടെ ആവശ്യവുമില്ല. ഈ ഘട്ടത്തിലാണ് പലപ്പോഴും വിശകലനങ്ങളിലൊരു പിശക് കടന്നു വരുന്നത്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്നൊക്കെ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു കളയും. വൈകാരികമായൊരു പ്രസ്താവനയാണത്. അതിന് പിന്നിലെ വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്ട്രക്ചറലി പരിശോധിച്ചാൽ അതിൽ പിശകുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ നിരന്തരം ലംഘിക്കുന്നത് നിഗൂഢ സംഘങ്ങളിലൂടെ അത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതുകൊണ്ടൊന്നുമല്ല. അമേരിക്കയുടെ സംരക്ഷണം ഇസ്രായേലിനുണ്ട് എന്നതാണ് യഥാർത്ഥ കാരണം. പരസ്യ പിന്തുണയാണത്. തുടർച്ചയായി തുറന്ന പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിനെതിരെ അവർ നടത്തുന്ന അധാർമികമായ നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ എപ്പോഴൊക്കെ ഐക്യരാഷ്ട്രസഭ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭൂരിപക്ഷ അഭിപ്രായത്തെ നിരർത്ഥകമാക്കിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ വീറ്റോ അധികാരം പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമല്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പരിലാളനയിൽ തന്നെയാണ് ഇസ്രായേൽ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തു വരുന്നതെന്നത് പരസ്യമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യമാണെന്നല്ല, ലോകത്തെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സഖ്യകക്ഷിയാണ്
എന്നുള്ളതാണ്. റഷ്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാൽ ഉടൻ ഉപരോധങ്ങൾ വരും. ഇറാൻ എപ്പോഴെങ്കിലും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഉടൻ വരും ഉപരോധങ്ങൾ. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയാൽ ഉടൻ ഉപരോധം വരും. ഗ്ലോബൽ സൗത്തിലെ ഏതൊരു രാജ്യത്തിനെതിരെയും വരും ഉപരോധം. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളുടെയും മാധ്യമങ്ങളുടെയും വാഗ്ധോരണികളിലെ ഭാഷാചാതുരി കണ്ട് അത്ഭുതപ്പെടും. പെട്ടെന്ന് കോണ്ടെക്സ്റ്റ് എന്ന വാക്ക് കടന്നു വരും. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും. അന്താരാഷ്ട്ര നയതന്ത്ര നിലപാടുകളിലെ സങ്കീർണതകൾ ചർച്ചാ വിഷയമാകും. ഇത് പ്രശ്നങ്ങളെ സമഗ്രമായി വിശകലനം ചെയ്യുന്നതല്ല, എക്സെപ്ഷനിസമാണ്. അമേരിക്കയ്ക്കും അമേരിക്കൻ സഖ്യകക്ഷികൾക്കും പ്രത്യേകിച്ച് ഇസ്രായേലിനും ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും ആനുകൂല്യവും. റൂൾസ് ബേസ്ഡ് ഓർഡർ എന്നിവർ വിളിക്കുന്ന ലോകക്രമം നിയമവാഴ്ചയെ സംബന്ധിച്ചുള്ളതല്ല. ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ പ്രത്യേക ആനുകൂല്യങ്ങളും പരിഗണനയും ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. നമുക്ക് എപ്സ്റ്റീനിലേക്ക് തന്നെ തിരിച്ചു വരാം. അയാളുടെ കുറ്റകൃത്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ നിയമം ഇനി നടപ്പാക്കിയിട്ടും യാതൊരു കാര്യവുമില്ല എന്ന ഘട്ടം വരെ കാത്തിരുന്നു. ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ ഇസ്രായേലി സേന കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴും നിയമം നടപ്പാക്കിയിട്ടില്ല. ഇതൊരു യാദൃച്ഛികതയല്ല, ഒരേ ധാർമ്മിക ഘടനയാണ്. നിയമമൊക്കെ നിലവിലുണ്ട്, പക്ഷേ നീതി നമുക്ക് കാണാൻ കഴിയില്ല. ലിബറലിസത്തിൻ്റെ പ്രാഥമികമായ വാഗ്ദാനം സർവ്വലൗകികതയാണ്. എന്നാൽ നടപ്പിലാക്കുന്നതോ ശ്രേണീകൃതമായ ഒരു സംവിധാനമാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ച് വാചാലരാകുന്ന ഇതേ മനുഷ്യർ തന്നെ മനുഷ്യാവകാശ ലംഘകർക്ക് ആയുധം നൽകുന്നു. മറ്റിടങ്ങളിൽ ഭരണകൂടത്തോട് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടുന്ന മാധ്യമങ്ങൾ സഖ്യരാഷ്ട്രങ്ങളുടെ കാര്യം വരുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. ഇറ്റ്സ് നോട്ട് ഇഗ്നോറൻസ്, ഇറ്റ്സ് എ ചോയ്സ്. നിശ്ചയമായും ഇതവർ അറിയാതെ ചെയ്യുന്നതല്ല, അത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഹിപ്പോക്രസി ലോകക്രമത്തിലെ ഒരു പിഴവല്ല. ഈ സംവിധാനം നിലനിൽക്കുന്നത് തന്നെ ഹിപ്പോക്രസിയിലൂടെയാണ്. വരേണ്യർ തൊടാൻ കഴിയാത്തത്ര ഉയരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് എപ്സ്റ്റീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾ എല്ലാത്തിനും മേലെയായാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഗാസയിലെ ഇസ്രായേലിൻ്റെ ചെയ്തികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പാഠം ഒന്നു തന്നെയാണ്. അധികാരത്തിൻ്റെ പടിയിൽ പതറിപ്പോകുന്ന നീതിയല്ല. ഈ നീതിബോധവും ഇതേ അധാർമിക സംവിധാനവും എങ്ങനെയാണ് ലോകമാകെ വ്യാപരിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. നീതിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ അങ്ങനെ ചെന്നെത്തുന്നത്. ഇതുവരെ പരിശോധിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഈ സംവിധാനത്തിലെ ചില വിടവുകളിലൂടെ ഇറങ്ങി വന്ന ആളല്ല എപ്സ്റ്റീൻ. ആ വിടവുകൾ ബോധപൂർവം രൂപകൽപ്പന ചെയ്തിരുന്നതാണ്. രാജ്യത്തിനകത്തും പുറത്തും എങ്ങനെയാണ് ഈ അധാർമിക വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. ഈ വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്താണ്? അച്ചടക്കം, നിശബ്ദത, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന സംവിധാനം. ആരും അത്ര നിഷ്കളങ്കരല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെയാണ്. വിക്കിലീക്സ് സാമ്രാജ്യത്വത്തിൻ്റെ മുഖംമൂടി വലിച്ചു കയറിയ സന്ദർഭം. വിക്കിലീക്സ് അമേരിക്കൻ ഡിപ്ലോമാറ്റിക് കേബിളുകളും യുദ്ധവിവരങ്ങളുമെല്ലാം പുറത്തുവിട്ടപ്പോൾ ആളുകൾ ഞെട്ടിപ്പിക്കുന്ന പലതും ആണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതൊന്നും ആയിരുന്നില്ല. ബ്യൂറോക്രസിയുടെ ഒരു തരം സത്യസന്ധത അതിലുണ്ടായിരുന്നു. അകത്തളങ്ങളിലുണ്ടായിരുന്നത് അവ്യക്തതകളല്ല, കൃത്യമായ കണക്കുകൂട്ടലുകളാണ് എന്നാണ് അതിൽ നിന്നും തെളിഞ്ഞു വന്നത്. 2010-11 വർഷങ്ങളിലാണ് ഈ രേഖകൾ പുറത്തു വരുന്നത്. 4 ലക്ഷത്തോളം US മിലിറ്ററി റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിയ ഇറാഖ് വാർ ലോഗ്സ്, അതുപോലെ തന്നെ അഫ്ഗാൻ വാർ ലോഗ്സ്, 2,50,000-ലധികം ഡിപ്ലോമാറ്റിക് കേബിളുകൾ. ഇവയൊന്നും സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതികരണങ്ങളോ വ്യാഖ്യാനങ്ങളോ ആയിരുന്നില്ല. അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അകത്തെ ആഭ്യന്തര സന്ദേശങ്ങളായിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും അംബാസിഡർമാരും അയച്ച സന്ദേശങ്ങൾ. ഈ സിസ്റ്റം അവരോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്, സത്യസന്ധമായ കാര്യങ്ങൾ. നൂറുകണക്കിന് സാധാരണ മനുഷ്യർ മരിച്ചു വീഴുന്നത് ഇവർക്ക് അറിയാമായിരുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും നടത്തി വന്ന പീഡനങ്ങളെക്കുറിച്ച് ഇവർക്ക് ധാരണയുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ആഭ്യന്തര സന്ദേശങ്ങളിൽ തെളിഞ്ഞു വന്നത്.
ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടൽ എന്ന ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിരുന്നപ്പോൾ സംവിധാനത്തിനകത്ത് അവർ ചെയ്യുന്നത് മറ്റൊന്നാണെന്ന ബോധ്യം കൃത്യമായി ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തതയുണ്ടായിരുന്നു. ഈ ഡിപ്ലോമാറ്റിക് കേബിളുകൾ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അധികാരം എങ്ങനെയാണ് സഖ്യകക്ഷികളോടും മറ്റുള്ളവരോടും ഇടപെടുന്നത് എന്നതായിരുന്നു. ഒരു കേബിളിൽ സൗദി അറേബ്യ അമേരിക്കയോട് ആ സർപ്പത്തിൻ്റെ തല മുറിച്ചു കളയുമെന്ന് ഇറാനെക്കുറിച്ച് പറയുന്നതായുണ്ട്. പുറമേക്ക് നയതന്ത്ര വഴികളും രഹസ്യമായ ആക്രമണവുമായിരുന്നു അവരുടെ താൽപ്പര്യം. അമേരിക്കൻ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നയതന്ത്രജ്ഞർ വിദേശകാര്യങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ വിവരണവും കേബിളുകളിലുണ്ട്. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും രാഷ്ട്ര താൽപ്പര്യങ്ങളും രണ്ടായിരുന്നില്ല എന്ന സാരം. ഇതേ പാറ്റേൺ തന്നെയാണ് എപ്സ്റ്റീൻ്റെ കാര്യത്തിലും നടന്നത്. തെറ്റു ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ഈ സംവിധാനം തകരുകയല്ല ചെയ്യുക, ആ തെറ്റിനെ ഏറ്റെടുക്കുകയും മറച്ചു പിടിക്കുകയും മാനേജ് ചെയ്യുകയും വഴി തിരിച്ചുവിടുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചു പോകുന്നത്. നാണക്കേടുണ്ടാക്കുന്ന പല കാര്യങ്ങളും അറിയുകയും ആ വിവരങ്ങൾ മറച്ചു വയ്ക്കുകയും നിയമ നടപടികൾ വൈകിപ്പിക്കുകയും താൽപ്പര്യമുള്ള ആളുകളെയെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര നയം തന്നെയാണ് എപ്സ്റ്റീൻ്റെ കാര്യത്തിലും നാം കണ്ടത്. 2008 എപ്സ്റ്റീൻ നേടിയെടുത്ത പ്ലീ ഡീൽ അതിന് സാക്ഷ്യം പറയും. ഈ ആഭ്യന്തര സന്ദേശങ്ങളുടെ ടോണാണ് വളരെ ശാന്തമായ, ബ്യൂറോക്രാറ്റിക്കായ, ടെക്നിക്കലായ സമീപനം. വില്ലന്മാരെക്കുറിച്ചുള്ള ചർച്ചകളോ രഹസ്യ മീറ്റിങ്ങുകളോ ഒന്നുമില്ല. മിറ്റിഗേറ്റ് എക്സ്പോഷർ, ലിമിറ്റ് പൊളിറ്റിക്കൽ ഫാൾ ഔട്ട്, പ്രൊട്ടക്ട് ബയലാറ്ററൽ സ്റ്റെബിലിറ്റി എങ്ങനെയുള്ള വാചകങ്ങളാണ് ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അധികാരം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഗൂഢസംഘങ്ങളുടെ നാടകീയമായ കൂടിക്കാഴ്ചകളിലൂടെയല്ല, വളരെ ശാന്തമായി അധികാര രാഷ്ട്രീയത്തിൻ്റെ നൈരന്തര്യത്തിലൂടെയാണ്, ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചകളിലൂടെയാണ്. വിക്കിലീക്സ് വെളിപ്പെടുത്തിയത് ഒരു രഹസ്യ സംഘത്തെയല്ല, നിഗൂഢ സാമ്രാജ്യത്തെയല്ല, നല്ല തെളിഞ്ഞ വെളിച്ചത്തിൽ സാമ്രാജ്യത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെളിപ്പെടുകയായിരുന്നു. ഇന്ന് മൂന്നാം ലോക രാഷ്ട്രങ്ങളെ സാമ്രാജ്യത്വം നിയന്ത്രിക്കുന്നത് പ്രധാനമായും നേരിട്ട് അധിനിവേശം നടത്തിയല്ല. അനുസരിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ, ഉപായങ്ങൾ, മാർഗങ്ങൾ അവരുടെ കൈവശമുണ്ട്. ഉപരോധങ്ങൾ, വ്യാപാര വിലക്കുകൾ, കടം നൽകുന്ന ഇടപാടുകൾ, പ്രതിച്ഛായ സംബന്ധിച്ച പ്രതികരണങ്ങൾ, നയതന്ത്ര ഒറ്റപ്പെടുത്തൽ, അങ്ങനെ ഇവർ വരച്ച വരകൾക്കപ്പുറം കടന്നാൽ ശിക്ഷ വളരെ പെട്ടെന്നായിരിക്കും വരിക. അങ്ങനെ രാജ്യങ്ങൾ വരുതിക്ക് വരുന്നു, പല കാര്യങ്ങളും അവഗണിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ സെലക്റ്റീവായി മാത്രം പ്രവർത്തിക്കുന്നതാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത്. അത് വെറും തോന്നലല്ല, ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അങ്ങനെ പക്ഷപാതിത്വപരമായി തന്നെയാണ്. സാമ്രാജ്യത്വത്തിന് ഇപ്പോൾ വേണ്ടത് കോളനികളല്ല, എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നല്ലപോലെ അറിയാവുന്ന സഖ്യകക്ഷികളെയാണ്, എങ്ങനെ ഭരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയുന്ന വരേണ്യ ഭരണവർഗത്തെയാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇന്ത്യ എന്തുകൊണ്ട് കുറച്ചും കൂടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നില്ല എന്നതാണ്. പേടികൊണ്ടാണെന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. ചില കണക്കൂട്ടലുകൾ വച്ചുകൊണ്ട് പ്രതികരണങ്ങളെ മയപ്പെടുത്തുന്നതാവാം. ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറാനുള്ള ത്വരയുടെ പ്രതിഫലനമാകാം. മാർക്കറ്റിലൂടെ, മൂലധനത്തിലൂടെ, ലാഭക്കണക്കുകളുടെ അഭിലാഷ വൈവിധ്യങ്ങളിലൂടെ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനൊരു വില നമ്മൾ നൽകേണ്ടി വരും. ആ വിലയുടെ പേര് ധാർമ്മികത എന്നാണ്. അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പ്രസിദ്ധീകരിച്ച രേഖകളിൽ 3 ഇന്ത്യക്കാരുടെ പേരുകളാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത്. റിലയൻസിൻ്റെ അനിൽ അംബാനി, യൂണിയൻ മന്ത്രി ഹർദീപ് സിംഗ് പുരി, പിന്നെ എപ്സ്റ്റീൻ സ്വയം എഴുതിയ സന്ദേശങ്ങളിലൊന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുമുണ്ട്. എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നോ അയാളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഇവരുണ്ടെന്നോ അതിനൊപ്പം നിന്നുവെന്നോ ഒന്നും ഈ രേഖകളിൽ തെളിയിക്കുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളുണ്ട്. കുട്ടികളെ ചൂഷണം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ക്രിമിനൽ രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായി ബന്ധപ്പെട്ടിരുന്നു. നയതന്ത്ര വേദികളിൽ അയാൾക്ക് ഇടമുണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്തരമൊരു പ്രധാനപ്പെട്ട പരാമർശം ഒരു ഇമെയിൽ സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കുവാനുള്ള ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. ഇതൊരു ഗൂഢാലോചനയുടെ തെളിവാണെന്നല്ല, പക്ഷേ അയാളുടെ ഒരു സർക്കിൾ എത്ര വിപുലമായിരുന്നു എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ കഥ. ലിബറലൈസേഷൻ്റെ കാലത്തിന് ശേഷം ഇന്ത്യയിൽ ശിങ്കിടി മുതലാളിത്തം അഥവാ ക്രോണി ക്യാപിറ്റലിസം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കോർപ്പറേറ്റുകളും ഭരണ സംവിധാനവും അതിൽ അത്രമേൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. രാജ്യത്തെ തന്ത്രപ്രധാനമായ വിഭവങ്ങളെല്ലാം തന്നെയും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. സമ്പത്ത് ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം ഏതാനും ചില ശതകോടീശ്വരന്മാരുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വളർന്നു വരുമ്പോൾ
ചില മാറ്റങ്ങൾ ഇവനെയൊക്കെ നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങൾ വളരെ കോഷ്യസായി മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങും. നടപടികളെടുക്കാൻ മടിയുണ്ടാവും. രാഷ്ട്രീയ നേതൃത്വം പരിപൂർണമായും കോർപ്പറേറ്റുകളോട് ചേർന്ന് നിൽക്കും. പ്രതിപക്ഷമാണെങ്കിൽ ഘടനാപരമായ പ്രതിരോധങ്ങൾ ഉയർത്തുന്നതിന് പകരം വാചാടോപങ്ങളിൽ അഭിരമിക്കും. ഇതൊക്കെ നിയമവിരുദ്ധമാണെന്നല്ല, രാഷ്ട്രീയത്തിലെ ഘടനാപരമായ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഗൗതം അദാനിയുടെ പേര് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഇടം നേടിയിട്ട് എന്ത് സംഭവിച്ചു? ചില അന്വേഷണങ്ങൾ നടക്കുന്നുവെന്ന് പറയുന്നതല്ലാതെ യാതൊരു പുരോഗതിയും കാര്യത്തിലുണ്ടായിട്ടില്ല. ഒരു നടപടിയും വന്നില്ല. കാര്യങ്ങളൊക്കെ പഴയപടി തുടരുന്നു. ഒരു അമേരിക്കൻ കോടതി അദാനിക്ക് അയച്ച സമൻസ് കൈമാറാൻ വരെ ഭരണകൂടം തയ്യാറാവുന്നില്ല. കാരണം ആ സംവിധാനത്തിനകത്തെ പുഴുക്കുത്തുകളെ തുടച്ചു മാറ്റുന്നത് അത്ര എളുപ്പമല്ല. അത് ഈ ഭൗതിക സംവിധാനത്തെയും മൂലധനത്തെയും ഭൗതിക രാഷ്ട്രീയത്തെയും അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെയും എല്ലാം ബാധിക്കും. വരേണ്യ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിനുള്ള കാരണം അടിസ്ഥാനപരമായി ഇതാണ്. പ്രധാനമന്ത്രി മോദിയുടെ പേരും കടന്നു വരുന്നുണ്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ. എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിൽ സന്ദേശത്തിൽ മോദി ട്രംപിന് വേണ്ടി ഇസ്രായേലിൽ തൻ്റെ ഉപദേശമനുസരിച്ച് ആടുകയും പാടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മോഡി ഈസ് ഓൺ ബോർഡ് എന്നൊരു സന്ദേശവുമുണ്ട്. ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിലെ സമീപകാല ഊഷ്മളതയ്ക്ക് എപ്സ്റ്റീൻ കാരണമാണെന്ന ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ നിഷേധിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ സ്വയം എഴുതിയ ഇമെയിലുകൾക്കപ്പുറം ഇതിനെ സാധൂകരിക്കുന്ന മറ്റു തെളിവുകളൊന്നുമില്ല. ഇയാൾ പറഞ്ഞ തീയതികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടന്നിരുന്നോ എന്നും മറ്റുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊന്നും വ്യക്തതയോ തെളിവുകളോ ഇല്ല. എന്തെങ്കിലും തെറ്റായി ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന യാതൊന്നുമില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഒരു സന്ദേശത്തിൽ എഴുതാൻ കഴിയുന്നത്ര ആത്മവിശ്വാസം എവിടെ നിന്ന് ലഭിച്ചു? അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. മറ്റൊന്ന് ഇന്തോ അമേരിക്ക വാണിജ്യ കരാറാണ്. ഇന്തോ അമേരിക്ക വാണിജ്യ കരാർ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് വിമർശനമുണ്ട്. എപ്സ്റ്റീനും അതിനൊരു പശ്ചാത്തലമാകുന്നുവെന്ന് പറയുന്നു. അമേരിക്കയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് അമേരിക്കക്കാർക്ക് ഏകദേശം പരിപൂർണമായും താരിഫുകൾ ഒഴിവാക്കി കൊടുക്കുന്ന തരത്തിലാണ് കരാർ. അതിന് പുറമെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം താൻ വിരട്ടിയത് കൊണ്ടാണ് അവസാനിപ്പിച്ചത് എന്ന ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം. ഇന്ത്യയുടെ നിരവധി വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും ട്രംപ് പറയുകയാണ്. ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിച്ചതിന് ശേഷവും അദ്ദേഹം ഇത് നിർത്തുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് മിസ്റ്റർ മോദിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്നില്ല എന്നൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ നമ്മൾ കേട്ടു. ഇതൊക്കെ കാണിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ ഗൂഢാലോചനയോ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമോ ആണെന്നതിലേക്ക് നമുക്ക് മുന്നിൽ തെളിവുകളൊന്നുമില്ല. എന്നാൽ ഇവർ പറയുന്ന നിയമവാഴ്ച അനുസരിച്ചിട്ടുള്ള ലോകക്രമത്തിലെ ശ്രേണീവൽകൃതമായ അധികാരത്തെ ഇത് സൂചിപ്പിക്കുന്നു. എല്ലാവരും ഒരുപോലെ തുല്യരെന്ന് പറയുമ്പോഴും സാമ്രാജ്യത്വത്തിനും അവരുടെ സാമന്ത രാജ്യങ്ങൾക്കും പ്രത്യേക അധികാരങ്ങളുണ്ട് എന്നിത് വ്യക്തമാക്കുന്നു. നിയമങ്ങളൊന്നും അവരെ തൊടാറില്ല. സാമ്രാജ്യത്വം ഇപ്പോൾ നേരിട്ടുള്ള അധിനിവേശങ്ങൾക്ക് പകരം രാജ്യങ്ങളിലെ വിഭവങ്ങളും ഭരണകൂടത്തിൻ്റെ നിലപാടുകളുമെല്ലാം നിയന്ത്രണ വിധേയമാക്കുന്നതിന് പല മാർഗങ്ങളും ഈ സാമ്രാജ്യത്വ സംവിധാനത്തിനുണ്ട്. വ്യാപാര നികുതിയും വാണിജ്യ വിലക്കും ഉപരോധവും കടവും അന്താരാഷ്ട്ര ഏജൻസികളുമെല്ലാം ഇതിനുള്ള ഉപകരണങ്ങളാണ്. എന്നാൽ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇതുണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാൻ ഇത് കാരണമാകുന്നു. എല്ലാ മേഖലകളിലും സുതാര്യത ഇല്ലാതെയാവുന്നു. പൊതുജീവിതത്തിൽ ഒരു ധാർമ്മിക വ്യക്തത വേണമെന്ന് പോലും ഇല്ലാതെ വരുന്നു. രാജ്യങ്ങളും നേതാക്കളും സമ്പന്നവർഗവും എല്ലാ അധാർമികമായ പ്രവർത്തികൾക്ക് ശേഷവും ഇങ്ങനെ യാതൊരു കൂസലുമില്ലാതെ വിഹരിക്കുന്നത് കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഈ സംവിധാനം പല തട്ടിലുള്ള മനുഷ്യരെയും പല തട്ടിലുള്ള രാജ്യങ്ങളെയും പല തട്ടിലുള്ള അധികാര കേന്ദ്രങ്ങളെയും സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള ശ്രേണീവൽക്കരണം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് തന്നെ എതിരാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എപ്സ്റ്റീൻ ഫയലുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിനൊക്കെ അടിപ്പെട്ടു പോകുന്നു എന്നല്ല. ആഗോളതലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ശ്രേണീകൃത ലോകക്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയും എന്നുള്ളതാണ്. ഈ ഘടനാപരമായ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. മാധ്യമങ്ങൾ എപ്സ്റ്റീൻ ഫയലുകൾ കവർ ചെയ്യുന്ന രീതി നോക്കുക. ആരുടെയൊക്കെ പേര് അതിലുണ്ട് എന്ന് അന്വേഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. വിവാദങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും പുറകെയുള്ള ഓട്ടമാണ് പിന്നീട്. എന്നാൽ സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടേണ്ട ഘടകങ്ങൾ, പ്രോസിക്യൂഷൻ, സ്ഥാപനങ്ങൾ, അധികാരത്തിൻ്റെ വർഗസ്വഭാവം അതൊക്കെ വിശകലനം ചെയ്യപ്പെടാതെ പോകുന്നു. ആഗോളതലത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ട്രെൻഡാണിത്. ഇത് അറിയാതെ സംഭവിക്കുന്ന ഒന്നുമല്ല. ഈ ബഹളമാണ് അധികാര ഘടനയെ വിമർശിക്കുന്നതിനേക്കാൾ സുരക്ഷിതമെന്ന് അവർക്കറിയാം. ഇവിടെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് അതിജീവിതകളുടെ കാര്യമാണ്. ഇരകൾ,
അതിജീവിതകൾ. എപ്സ്റ്റീൻ്റെ ഇരകൾ പെൺകുട്ടികളായിരുന്നു, കൂടുതലും ദരിദ്രർ, എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയുന്നവർ. അവരുടെ ദുരിതം ഒരു യാഥാർത്ഥ്യമായിരുന്നു. അവർ അനുഭവിച്ച വേദന അവരുടെ ജീവിതമായിരുന്നു. ലോകം അത് പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് മുൻപേ ആ ദുരിതം ജീവിച്ചു കൊണ്ടിരുന്നവരാണവർ. പലസ്തീനിലെ ഇരകളും എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യരായിരുന്നു. നല്ലൊരു ശതമാനം പേരും കുഞ്ഞുങ്ങളായിരുന്നു, കുടുംബങ്ങളായിരുന്നു. അവരുടെ ദുരിതവും യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അതിനെ ന്യായീകരിച്ച് അവഗണിക്കാൻ ലോകം തയ്യാറാകുമ്പോഴും അവർ അവരുടെ ജീവിതം ദുരിതമായി ജീവിക്കുകയാണ്. ഈ വ്യവസ്ഥിതിക്ക് ഒരു പ്രവർത്തന രീതിയുണ്ട്. ദേഴ്സ് എ പാറ്റേൺ. ആ വേദനകളെ രേഖപ്പെടുത്തും, എന്നിട്ട് ഒന്ന് തലകുലുക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ പ്രവർത്തികൾ. തുല്യതയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമം അത്ര പരിപൂർണമാകണമെന്നൊന്നുമില്ല, പക്ഷേ അതിനൊരു സ്ഥിരതയുണ്ടാകണം. അധികാരമുള്ളവനും ഇല്ലാത്തവനും, സമ്പത്തുള്ളവനും ഇല്ലാത്തവനും, സഖ്യകക്ഷികൾക്കും ശത്രുക്കൾക്കും വരേണ്യർക്കും ഇരകൾക്കും എല്ലാം ഒരേ നിയമമായിരിക്കണം. അതാണ്. വലിയ കുറ്റകൃത്യങ്ങൾക്കെതിരെ വീറ്റോകൾ പാടില്ല. സമ്പത്ത് കൊണ്ട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയരുത്. നീതി എല്ലാവരും എല്ലാം മറന്നതിന് ശേഷം പതിയെ ആരംഭിക്കുന്ന ഒരു പ്രക്രിയ ആയി മാറരുത്. വിപ്ലവകരമായ നിർദ്ദേശങ്ങളൊന്നുമല്ല ഇത്. മിനിമം ആവശ്യങ്ങളാണ് ഞാൻ പറയുന്നത്. നീതിയുടെ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു നിർവചനം മാത്രം, ഒരാവശ്യം മാത്രം. എപ്സ്റ്റീൻ 2019 തൻ്റെ തടവറയിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തത് തന്നെയാണെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. എന്നാൽ അതിൽ ദുരൂഹതയുണ്ടെന്ന അഭിപ്രായവുമുണ്ട്. എന്തായാലും എപ്സ്റ്റീൻ മരിച്ചു. എന്നാൽ അയാളെ സംരക്ഷിച്ചു നിർത്തിയ വ്യവസ്ഥിതി ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഗാസ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം തുടരുന്നു. ഇരകൾ നീതിക്ക് വേണ്ടി വെറുതെ കാത്തിരിക്കുന്നു. നമ്മുടെ കാലത്ത് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയൊരു നുണ നമുക്ക് ഇത് സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല എന്നതാണ്. എന്നാൽ നമ്മുടെ നിശബ്ദതയാണ് ഇവർക്ക് ബലമാകുന്നത്. ആളുകൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴാണ് നീതി നടപ്പിലാക്കുവാൻ ഇവർ നിർബന്ധിതരാകുന്നത്. ഈ എപ്പിസോഡ് അവസാനിക്കുന്നില്ല. ഇതൊരു തുടർച്ചയാണ്. നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സകല മനുഷ്യരോടുമുള്ള ഐക്യദാർഢ്യമാണ്.